എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അണ്ണാക്കിലല്ല അന്നനാളത്തിൽ കൊടുക്കുമെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഐറ്റമാണ് കിച്ചു ഇവിടെ കൊടുത്തത്. ഇവിടെ നമ്മൾ അമ്മ മകൻ അവർ തമ്മിലുള്ള അടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുമല്ല. പക്ഷെ ഇതാണ് കറക്റ്റ് മറുപടി. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പോയാൽ മതി. ഇവിടെ ആരും നിർബന്ധിച്ചു ഒന്നും ചെയ്യുന്നില്ല. ഇവന്റെ വർത്തമാനം കേട്ടാൽ നമ്മളെല്ലാവരും അവനെ ഫോഴ്സ് ചെയ്ത് വിടുന്ന പോലെയുള്ള രീതിയിൽ സംസാരം കാര്യങ്ങളൊക്കെ തന്നെ. ഇവൻ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലാണ് ഇവൻ അറിയാം. എന്നിട്ട് അവൻ ഡേണുവിനെ കാണാൻ വീട്ടിലോട്ടാണ് പോയത്. ഈ കണ്ട സമയത്ത് അവൻ പ്രതികരിച്ചില്ല എന്ന് പറയരുത്. ഇപ്പം രേണുസുതി ഒരു ചാറ്റും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് വരാം രണ്ടാമത്തെ വീഡിയോ. ഹൈ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് രേണുസുതി കിച്ചുസുതിയാണ് വിഷയം. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് കിച്ചു രേണുവിനെ കാണാൻ പോയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്ത സമയത്ത് അവന്റെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഷമമായവർക്കൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ, അപ്പൊ വിഷമമുള്ളവർക്ക് ഒന്ന് കാണാൻ പോകാൻ തീരുമാനിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്ലോഗ് തുടങ്ങാം. അപ്പൊ ഒന്ന് കണ്ടിട്ട് വാ. എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഇവിടെ കിച്ചു പറഞ്ഞത് വിഷമമുള്ളവരുടെ വിഷമം മാറ്റേ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്നാണ്. അവൻ പറഞ്ഞാൽ തന്നെ പോയിട്ട് വന്നു. അവൻ അതിന്റെ തീരുമാനം കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആദ്യം ഇവൻ ഇറക്കിയ വീഡിയോ ചെയ്ത സമയത്ത് അവന് ഒരുപാട് നെഗും കാര്യങ്ങളും വന്നു. അപ്പം നമ്മളും ഉണ്ടായിരുന്നു. യൂട്യൂബർ ഡാനിസത്തിന് ഉൾപ്പെടെ ഇവനെ എടുത്തിട്ട് അലക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനാവോ എനിക്കറിയത്തില്ല. കാരണം ഞാൻ കാര്യം പറയുന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ കിച്ചുവിന്റെ കൂടെയാണ്. കിച്ചു ഇപ്പൊ പഴയതുപോലെ പോയോ പോയില്ലയോ അത് വേറൊരു സബ്ജക്റ്റ് ആണ്. അത് പൊങ്ങി വരുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. കിച്ചു പണ്ടൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു, മോശമായ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി പോയോ പോയില്ലയോ അത് എനിക്ക് അറിയത്തില്ല. ഇനി പോയാൽ അവൻ ചെയ്യുന്ന മഹാ തെറ്റാണ്. ഒരിക്കലും ഞാൻ അവനെ ഇനി അങ്ങനെ പോയി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വരുത്തില്ല. അപ്പൊ എന്തൊക്കെയായാലും എന്തുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ പറഞ്ഞത്? അന്നേരം കിച്ചു ഒരിക്കലും ഹോസ്പിറ്റലിലോട്ടല്ല പോയിരുന്നത്. നേരെ പോയിരുന്നത് കോട്ടയത്തുള്ള വീട്ടിലോട്ടാണ്. അവിടെ ഋതപ്പനെ പോയി കണ്ടു. കിച്ചുവിന്റെ അച്ഛന്റെ ചേട്ടച്ചാരും അവരുടെ ഭാര്യ, അവരുടെ ഒരു മകള്, ഇവരൊക്കെ ആയിട്ടാണ് പോയി കാണാൻ പോയത്. വൈകുന്നേരമാണ് ചെന്നത്. സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി കുറച്ച് ഹാപ്പിയായി അവന് കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ടറിഞ്ഞ സംഭവങ്ങളാണ്. കിച്ചുവിൽ നിന്നല്ല, അവരടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് നേരിട്ടറിഞ്ഞ സംഭവങ്ങളാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതല്ല വിഷയം. ഇന്നലെ കിച്ചു വേറെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് അതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അന്ന് കിച്ചുവിനെ എതിർത്ത് പറഞ്ഞവരൊക്കെ, വീഡിയോ ചെയ്തവരൊക്കെ വീഡിയോ റീഷെയർ ചെയ്ത് സ്റ്റോറി ആക്കിയിട്ടുകൊണ്ട് തന്നെയാണ് രേണു വന്നത്. ഈ കടക്കയിലും രേണുവിന്റെ ആ ഒരു മനോഭാവം നന്നായിട്ട് വ്യക്തമാകുന്നുണ്ട്, നന്നായിട്ട് പ്രകടനമാകുന്നുണ്ട്. എന്താണ് രേണു ഉദ്ദേശിക്കുന്നത്? ആ കടക്കയിലും കിച്ചുവിന്റെ ഒരു കൊട്ട് കൊടുക്കാമേ, ഇതും വെച്ചിട്ട് ഒരു കൊട്ട്, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ എല്ലാ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് രേണുവിന്റെ മറുപടിയും എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്, കിച്ചുവിന്റെ ഇതും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ 2 ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ എന്താണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്, ഈ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ വിലയേറിയ കമന്റ് കൊടുക്കുക. അപ്പം ഈ ഒരു സമയത്തും രേണു ഇങ്ങനെ ഒരു സമയത്തും നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. നിങ്ങൾ ഈ അരി വിറ്റ് രേണുവിനെ വിറ്റ് അരി വാങ്ങിക്കുവല്ലേ എന്ന് പറയുന്നവർക്കും കൂടെ വേണ്ടിയാണ്. പ്ലീസ് നിങ്ങൾ അത് ചെയ്യരുത്. കാരണം രേണു എന്താണ് ഇവ പബ്ലിക്കിന്റെ മുന്നിൽ ഇപ്പോഴും വന്ന് കാണിക്കുന്നത് എന്താണ്? അപ്പം രേണുവിനെ കുറിച്ച് എടുത്ത് വെച്ച് അലക്കാനാണെങ്കിൽ കുറെ അലക്കാനുണ്ട്. രേണുവിന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളടക്കം അതൊക്കെ നമുക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിലൊന്നും അല്ല പറഞ്ഞത്. 15 വയസ്സുള്ള ഒരു കുട്ടി അന്നേ അറിഞ്ഞിരുന്നു, ഡോക്ടർ തന്നോട് മാത്രം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു രോഗാവസ്ഥ വരുമെന്നൊക്കെ. അപ്പൊ 15 വയസ്സിൽ എത്ര പേരാണ് സ്വന്തം പേരൻസ് ഇല്ലാതെ പോകുന്നത്? അല്ലെങ്കിൽ എത്ര ഡോക്ടേഴ്സ് ആണ് പേരൻസിനോട് പറയാണ്ട് ഈ കുട്ടിയോട് മാത്രം, ഒന്നും അറിയത്തില്ലാത്ത 15 വയസ്സുള്ള ഒരു കുട്ടിയോട് മാത്രം തന്റെ ഇത്രയും വലിയ രോഗാവസ്ഥയെ കുറിച്ച് പറയുന്നത്? അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ കീറി മുറിച്ച് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ രേണുസുതി കഴിഞ്ഞ വർഷമാണ് തന്റെ ബ്രസ്റ്റിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തത്. സിലിക്കോൺ വെച്ച് പിടിപ്പിക്കുന്നത്, അതിന് വലിപ്പം കൂട്ടുന്നതോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്. അത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഹോർമോൺ ടെസ്റ്റ് സഹിതം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും കണ്ടുപിടിച്ചില്ല, അന്നേരം ഇതൊന്നും വിഷയമായില്ലേ? അതൊക്കെ വലിച്ചു കീറി നേരത്തെ പോലെ കീറി മുറിച്ച് പരിശോധിക്കണമെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഈ കൊച്ചിന് ഈ ഒരു അസുഖമാണല്ലോ, പോട്ടെ, എങ്ങനെയും പിഴച്ച് ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വിട്ട് കളഞ്ഞതാണ്. പക്ഷെ അന്നേരം രേണുവിന് ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടി അതൊരു ഹരമായതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് പുള്ളിക്കാരി അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു അവസ്ഥയിലും അവർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഈ ഓരോ വീഡിയോ വരുമ്പോഴും നമുക്ക് അയ്യോ പാവം തോന്നുന്ന ഓരോ വീഡിയോ ആണ് വന്നുകൊണ്ടിരുന്നത് പുറത്തോട്ട്. പക്ഷെ ഇന്നലെ കിച്ചുവിനെ എടുത്ത് വലിച്ചു കീറാനായി ഒരു അസുഖവും കാര്യങ്ങളൊന്നും രേണുവിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതൊക്കെ സെക്കൻഡ് പാർട്ടിലോട്ട് ഞാൻ വീഡിയോ വെക്കും, നിങ്ങളൊന്ന് ഒന്ന് കാണുക. പിന്നെ കിച്ചുവിന്റെ ഈ വീഡിയോ നമുക്ക് കാണാം. ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പെട്ടുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു എന്നൊരു കാര്യം ചോട്ടെ,
എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സ് എല്ലാം പറഞ്ഞ് ഉള്ള കമന്റ് ബോളിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. അയച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയ ഒരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ട് കൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാമി ഞാൻ കാണിച്ചു തരാത്ത ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. വളരെ വ്യക്തമായിട്ട് അണ്ണാക്കിലല്ല അന്നനാളത്തിൽ കൊടുക്കുമെന്ന് പറയത്തില്ല, അതുപോലത്തെ ഐറ്റമാണ് കിച്ചു ഇവിടെ കൊടുത്തത്. ഇവിടെ നമ്മൾ അമ്മ മകൻ അവർ തമ്മിലുള്ള അടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുവല്ല, പക്ഷെ ഇതാണ് കറക്റ്റ് മറുപടി. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മറുപടി ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട സമയത്ത് അവൻ പ്രതികരിച്ചില്ല എന്ന് പറയരുത്. ഇപ്പം രേണുസുതി ഒരു ചാറ്റും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. 2ാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ രേണുസുതിക്ക് ഇവൻ ഇട്ട ഒരു മെസ്സേജിംഗ് ആണ്, ഹലോ ഞാൻ ഒരു കാര്യം പറയാന മെസ്സേജ് ഇട്ടെ, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെ ഉള്ള വലിയ TV ഷോയിൽ ഇങ്ങനെ ഒരു ആൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെയാണോ കാണിക്കണ്ടേ? അത്ര ഷോയും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ചതേ ഫെയിം ആയിട്ട് നിൽക്കുവല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തൂ. അല്ലാതെ എങ്ങനെയൊക്കെ ജീവിക്കാം? ഫെയിം ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാതിരിക്കുക. അത്രയും വിഷമം വന്നിട്ടാ പറയുന്നേ. ഇതുവരെ ഞാൻ എന്തിനേയും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്, ഋതപ്പനെയും ഇതൊക്കെ എഫക്ട് ചെയ്യില്ലേ? അവനെയും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നല്ലേ? അവന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയെങ്കിലും അറിയോ? അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഇങ്ങനൊരു ഇതിട്ട സമയത്ത് രേണുസുതിയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാല്, ക്ലിപ്പ് പൊട്ടിയ കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല, എനിക്ക് ഇതിൽ നിന്ന് നല്ല ക്യാഷ് കിട്ടുന്നുണ്ട് എന്നൊക്കെ രീതിയിലാണ് രേണു ഇതിനകത്ത് തിരിച്ച് റിപ്ലൈ കൊടുത്തത്. അപ്പൊ രേണുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, പൈസ അത് എന്താണ്. ഇവൻ കറക്റ്റ് സമയത്ത്, അതായത് മെയ് 13-ാം തീയതിയാണ് എനിക്കും ഈ ഒരു 10 മിനിറ്റുള്ള വീഡിയോ എനിക്കും കിട്ടിയിരുന്നത്. 10 മിനിറ്റ് ഉണ്ട് ഗൈസ്. അതിനകത്ത് പറയുന്ന ചാറ്റ്, ഓപ്പോസിറ്റ് വരുന്ന ചാറ്റ് അടക്കമുണ്ട്. അതൊന്നും ഞാൻ പ്രഷറിലോട്ട് കാണിച്ചില്ല. വളരെ വൃത്തികേട്. അപ്പം ഇതൊക്കെ ഒരു മകന്റെ, എന്റെ കയ്യിൽ ആ സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിച്ചുന്റെ കയ്യിലും ഇത് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇത്ര ഒരു സംഭവമൊക്കെ മകൻ കാണുമ്പോൾ എങ്ങനെയാണോ പറയാതിരിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അതിന്റെ ഒരു പകുതി ഭാഗം മാത്രമേ കണ്ടുള്ളൂ, ഫുള്ളും കാണണം. നമുക്ക് അറപ്പും വെറുപ്പും ഛർദ്ദിക്കാൻ വരും, സീരിയസ്ലി ഛർദ്ദിക്കാൻ വരും. അതൊന്നും രേണുവിന് ഒരു കൂസലല്ലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരിയുടെ ഈ രോഗമൊക്കെ ഡിക്ലെയർ ആകുന്നത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്ഥിരീകരിക്കുന്നത്. അതിനൊക്കെ മുമ്പ് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. മെയ് 12-ാം തീയതി നടത്തിയ വൈകുന്നേരം രാത്രി നടത്തിയ പ്രകാശനമാണ് ഇതൊക്കെ. നമുക്കറിയാം, ഒരു പിള്ളേർക്കും അങ്ങനെ ഈ അമ്മ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കാണിച്ച് ഇതുപോലത്തെ കുറച്ച് ക്ലീവേജ് കാണിച്ച് ഇത് കാണിച്ചതൊന്നും മാത്രമല്ല രേണുസുതി ഇവിടെ ചെയ്തത്. ഈ നമ്മൾക്ക് ഈ സെക്ഷൽ കളേർഡ് ആയിട്ടുള്ള വാക്കുകൾ സഹിതം യൂസ് ചെയ്ത് അങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ ഓടിയത്. ഇതൊരു 10 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അന്നത്തെ ആ സബ്സ്ക്രിപ്ഷൻ ലീക്ക് ആയത്. അത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ പറഞ്ഞ പകുതിയും കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിക്കുക, 10 മിനിറ്റ് ഉള്ള ഒരു വീഡിയോയ്ക്കകത്ത് അവൾ എന്തൊക്കെ അപരാധമാണ് പറയുന്നത് ക്ലിയർ കട്ടായിട്ട് ഞാൻ കേട്ടത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്ന ആൾക്കാർ അവളോട് ചാറ്റ് ചെയ്തതിനനുസരിച്ചാണ് അവൾ അന്ന് മറുപടി പറഞ്ഞത്. ഈ ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും ആ ഒരു വീഡിയോ എടുത്തു വെച്ച് അലക്കുന്നില്ല. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ തന്നെ 2-2.5 ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ ആണത്.
എന്നിട്ട് ഒരു മകനും, സത്യമാണ് പറഞ്ഞത്, ഒരു മകനും അത് അംഗീകരിക്കാൻ, പ്രസവിച്ച മകനായിക്കോട്ടെ, എടുത്തു വളർത്തിയ മകനായ വാട്ട് അവർ എന്ത് തന്നെ ആയാലും ആർക്കും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഒത്തിരി 22 വയസ്സുള്ള ഒരു കൊച്ചെന്ന് പറഞ്ഞാൽ സമൂഹത്തോട്ട് ഇറങ്ങി നടക്കുന്ന കൊച്ചാണ്. പലരും ഇത് നല്ലൊരു ഫേസ് വാല്യൂ ഉള്ള വ്യക്തികളാണ് ഇവരെല്ലാരും. അപ്പൊ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചോദ്യം വരും, അവന് തല താഴ്ത്തി നടക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ എന്താ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഇവൻ എങ്ങനെ കാണാൻ തോന്നും? നിങ്ങൾ പറ, എങ്ങനെ തോന്നും? ഇത്രയും നാണം കെടുത്തി സമൂഹത്തിന് മുന്നിൽ നാറിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോയി കാണുന്ന എങ്ങനെ തോന്നുന്നു? ഒരു മകനല്ലേ? അപ്പം എനിക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യണുണ്ട്. നമ്മുടെ ഡാനി സത്യൻ എന്ന് മുതലാണ് രേണുസുധിയുടെ വാലും തുമ്പും പിടിച്ച് വരാൻ തുടങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും ഡാനി സത്യന്റെ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. പുള്ളി വളരെ നന്നായിട്ട് രേണുസുധിയെ വൈറ്റ് വാഷ് പൂശാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. സുഹൃത്തായ അതിലാണ് ഏറ്റവും കൂടുതൽ രേണുവിനെ ഉടുത്തിട്ടുള്ളത്. ശരിയാണ്, എനിക്ക് ഡാൻസത്തിന് അതുപോലെ തന്നെ അതിന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും സീക്രട്ട് ഏജന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വിഷമമുള്ള കാര്യമാണ് രേണുസുധി ഇങ്ങനെ ഒരു അവസരത്തിലൂടെ പോയത്. പക്ഷെ അവള് വന്ന കാലയളവിൽ കാണിച്ചിരുന്ന അപരാധം എന്തൊക്കെയാണെന്ന് ഡാനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പുറത്ത് പറയാത്ത കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലേ? അറിയാലോ, നമ്മൾ അറിഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് സഹതാപം ഇല്ലെന്നല്ല, സഹതാപമുണ്ട്. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ പോയി കാണുമായിരുന്നു. അത് നമ്മുടെ ഒരു ആതിഥ്യ മര്യാദ മാത്രമാണ്. പക്ഷെ അവള് ചെയ്തതെല്ലാം ശരിയാണെന്ന് സ്ഥാപിക്കാൻ മാത്രം അത്ര ഒന്നും ഇതൊന്നും എനിക്കില്ല. അപ്പം അതും കൂടി ഒന്ന് പറയണം തോന്നി. ഡാനിയുടെ ഒരു ക്ലിപ്പ് ഇങ്ങനെയായി. പോയാൽ മതി, ഇവിടെ ആരും നിർബന്ധിച്ചു പോലും ഒന്നും ചെയ്യുന്നില്ല. ഇവന്റെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവനെ ഫോഴ്സ് ചെയ്ത് വിടുന്ന പോലെയുള്ള രീതിയിൽ സംസാരം കാര്യങ്ങളൊക്കെ തന്നെ. ഇവൻ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലാണ് ഇവൻ അറിയാം. എന്നിട്ട് അവൻ ഡേണുവിനെ കാണാൻ വീട്ടിലോട്ടാണ് പോയത്. ജസ്റ്റ് അവിടെ ഒന്ന് ചുറ്റി കറങ്ങി ഇളവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കണ്ണം തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ മുതൽ അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അനുഭവിച്ചത് അവൻ്റെ ആദ്യം അമ്മയിൽ നിന്നാണ്. ഇവരെ നിന്ന് വല്ലാണ്ട് അവൻ അനുഭവിച്ചിട്ടില്ല. അത് വേറെ കാര്യങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന രേണുവിനെ വെറുക്കുന്നത്? രേണു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെറുക്കുന്നതിന് യഥാർത്ഥ റീസണോ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും അറിയത്തില്ല. അതാണ് യഥാർത്ഥ സത്യം. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു നാൾ നിങ്ങൾ കണ്ടോ ഇവനെ പുറത്താവും. ഇവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്താവും. ഇവൻ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് പറഞ്ഞില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ പുതിയൊരു മനുഷ്യനാവണമെന്നൊക്കെ. ഇതെല്ലാം അവനെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട കുറച്ച് ആൾക്കാരുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാലോ. അവൻ അതുപോലെ പറഞ്ഞു, അവനെ നല്ല രീതിയിൽ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും അവൻ ആ പഴയ രീതി തന്നെയാണ്. അവൻ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എഴുതി നിങ്ങൾ ഒപ്പിട്ട് വെച്ചതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത്. അപ്പം ഇതെന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ലത് വരട്ടെ. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ പാടും. വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കുക. ബൈ.